ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉലുവ ചീര, ദറ്റ് ഈസ് മേത്തി ലീഫ്. വേണമെങ്കിൽ ഡ്രം സ്റ്റിക്ക് ലീഫ് എടുക്കാം, അല്ലെങ്കിൽ പാലക്ക് എടുക്കാം. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകം പൗഡർ ഇട്ടിട്ട്, ഹാഫ് കപ്പ് കടലമാവ്, ഹാഫ് കപ്പ് ഗോതമ്പ് പൗഡർ ഇട്ടിട്ട് ചപ്പാത്തി മാവ് മാതിരി അതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ അത് ഹാഫ് ആൻ അവർ വെച്ചിട്ട് പിന്നെ അത് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. എനിക്ക് ഈ അളവിന് ഒരു 7 ചപ്പാത്തി കിട്ടി. അത് ഏതെങ്കിലും ഷേപ്പിൽ ഇങ്ങനെ പരത്തിയിട്ട് ചപ്പാത്തി കല്ലിട്ടിട്ട് അത് അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചിട്ട് ഫുൾക്ക മാതിരി എടുക്കുക. ദറ്റ് ഈസ് ചുട്ടെടുക്കാം നമുക്ക്. ഇത് എപ്പോഴും ചപ്പാത്തി ഇങ്ങനെ വെറുതെ ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന പകരം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. കടലമാവിന് പകരം റാഗി പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചോളം പൗഡർ യൂസ് ചെയ്യാം, ജോഗോർ പൗഡർ യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് വേരിയേഷനിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇത് ഫുൾക്ക മാതിരി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അത്രയും പൊന്തില്ല, ലൈറ്റായിട്ട് തന്നെ പൊന്തുള്ളൂ. സോ ഇത് നല്ല ഒരു ടേസ്റ്റി ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതിൽ ഞാൻ രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എണ്ണ ഒന്നും ഇട്ടിട്ടില്ല ഈ ചപ്പാത്തിയുടെ മേലെ. വേണമെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഇട്ടിട്ട് കഴിക്കാം. നല്ല ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെയുണ്ടെന്ന്. അല്ലെങ്കിൽ ഇതുമാതിരി ഒരു ചപ്പാത്തി എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയൂ എങ്ങനെയുണ്ടെന്ന്. ഇത് പിന്നെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചപ്പാത്തി കൂട്ടാൻ, ദാലോ ചന അല്ലെങ്കിൽ രാജ്മ കറി, എനി കോമ്പിനേഷൻ, പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഇട്ട് പിന്നെ ഞാൻ കുറച്ച് പിക്കിളും യൂസ് ചെയ്തിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ്. ഈ ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റിൽ പറയൂ, ഫീഡ്ബാക്ക് ഒന്ന് പറയൂ. ഇതുപോലെയുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.